ഹലോ, ഈ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് അറിയാമോ? നൈറ്റ് റൈഡ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ട്രിപ്പ് എന്ന് പറയാം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പൂച്ചാക്കൽ വരെ പോകുന്നവരെ ഞങ്ങൾക്ക് ട്രിപ്പാണ്. വേറൊന്നുമല്ല, ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കൊച്ചിൻ എയർപോർട്ടിലോട്ടാണ്. നമുക്കൊരു ചെറിയ ഗസ്റ്റ് വരുന്നുണ്ട്, വളരെ കുട്ടി ഗസ്റ്റ്. അപ്പോൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ ആരാണെന്ന്. അപ്പോൾ ഡീസലെല്ലാം അടിച്ച് ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വരുന്ന ഒരു 4 മണിക്കൊക്കെയാണ്. അപ്പോൾ നേരത്തെ പോയിട്ട് അവിടെ റോഡ് സൈഡിൽ കിടന്നുറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ് വരുന്നത്. അപ്പോൾ ആ പ്ലാനൊക്കെ വെച്ച് വന്നെങ്കിൽ വണ്ടി എത്തിയപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ഉറക്കായിട്ടാണ്. കാരണം ഉറക്കമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രാത്രിയായാലും ഒരു മണി 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉറങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഫ്രണ്ട് സീറ്റിൽ കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവർ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം എണീറ്റിട്ട് ഒരു ചായയും കൂടി കുടിച്ച്, എനിക്ക് ചായ വേണ്ടായിരുന്നു, കണ്ണനെ കൊണ്ടൊരു ചായയും കുടിപ്പിച്ച് നേരെ വണ്ടിയെടുത്ത് അതായത് എയർപോർട്ടിലോട്ട് അങ്ങ് കയറാനുള്ള പ്ലാനിലാണ് അങ്ങ് പോകുന്നത്. പക്ഷേ എൻ്റെ മുഖത്ത് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്, ഉറക്കപ്പിച്ചും എല്ലാം കൂടിയും കണ്ടിട്ട്. പിന്നെ ഞാൻ അധികം ഉറക്കപ്പിച്ചിൽ നിൽക്കില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയല്ലേ, അപ്പോൾ എനിക്ക് പേടിയാണ് ഇവനെങ്ങനെ ഉറങ്ങിപ്പോയാലോ എന്ന് ഓർത്തിട്ടെ. അപ്പോൾ ഞാനാണെങ്കിൽ ഒത്തിരി സംസാരിക്കുന്നുണ്ട്, പിന്നെ പാട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ അല്ലറ ചില്ലറ കുശലാന്വേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ചുമ്മാ എന്തെങ്കിലും ആഗോള സംസാരം വെച്ചാൽ ഒന്നും ഒരു കഥയില്ലാത്ത സംസാരങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പണ്ടേ ഒരു സംസാരക്കാരി ആയതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാമല്ലോ, അങ്ങനെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ ഏട്ടനിലാണ് നിൽക്കുന്നതെന്ന് വിളിച്ചിട്ട് പറഞ്ഞു. ഏട്ടനാണ് അങ്ങറ്റം പോകണം, അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. ആക്ച്വലി ഇവിടെ 10 മിനിറ്റ് വരെ നിൽക്കുമ്പോൾ പൈസ കൊടുക്കണ്ടെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ കൃത്യം 11 മിനിറ്റായി ഗൈസ്. ഒരൊറ്റ മിനിറ്റ് തെറ്റിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപ പോയിട്ടാണ്. കാരണം ഇത്രയും തിരക്കായതുകൊണ്ട് നമുക്ക് ഇറങ്ങി ബാഗെല്ലാം കയറ്റി വെക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ കയ്യിൽ നിന്ന് 1 മിനിറ്റ് കൂടിപ്പോയി എന്ന് വെച്ചാൽ 100 രൂപ നമ്മുടെ നിന്ന് വാങ്ങി. എന്ത് പറയാനാണ്, പിന്നെ ഇത്രയും തിരക്കായത് നമുക്കിപ്പോൾ പോട്ടെ, സാരമില്ല, അത്രേ പറയാം, ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അത്രേ ഉള്ളൂ. അത് തന്നെ 100 രൂപ പോയി. അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മുടെ ഗസ്റ്റ്. ഇത് ഈ കുട്ടി ഗസ്റ്റാണ് കേട്ടോ നമ്മുടെ ആൾ. ഇത്രയും തിരക്കാണ്ട് എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ, കാരണം അവരിങ്ങനെ വന്നതും ബാഗൊക്കെ എടുത്ത് വെക്കേണ്ടതും ടൈം പോകുമെന്ന് വെച്ചാൽ. എന്നിട്ട് നമുക്ക് 100 നമ്മുടെ ഇന്ന് പോയി. അപ്പം ഇരുന്നപ്പോൾ ഞങ്ങൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ തൊട്ടടുത്ത് എയർപോർട്ടിന് അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. ഇതങ്ങോട്ട് കരയാൻ തുടങ്ങി. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ചായ കുടിക്കാൻ തുടങ്ങിയപ്പം ജസ്റ്റ് ഒന്ന് ചിണുങ്ങി. അപ്പോഴും പുള്ളിക്കാരി വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു. പിന്നെ കങ്കാരു ബാഗിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം ഞാൻ എടുത്തു കേട്ടോ. 2-3 മാസം പ്രായമായി വരുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ എടുക്കുന്നത്. ഇത്രയും ചെറിയ കുഞ്ഞിനെ കാണുന്നതിന് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലിരുന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഉടുപ്പൊക്കെ വന്ന് ഇപ്പോൾ ഭയങ്കര അവർ ലണ്ടനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അതങ്ങ് മാറി ഉടുപ്പൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു കാറങ്ങ് തുടങ്ങി. എൻ്റെ പൊന്നെ കാറുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കീന്നിട്ടിങ്ങനെ അയ്യോ എനിക്ക് തന്നെ ടെൻഷനായിപ്പോയി. പിന്നെ നേരെ തന്നെ നമ്മൾ മാമീനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എത്താറായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ വന്ന് അവിടെ നിന്നോന്ന് പറഞ്ഞു. അങ്ങനെ മാമിയും മാമനും കൂടി ലാൻഡ് ചെയ്തു. അവരുടെ വന്ന് നിന്ന് കൊച്ചിനെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇനി ഈ വീഡിയോ കഴിയുന്നില്ല, ബാക്കി വരുന്നുണ്ട്, സീസൺ ആയിട്ട് ഇടാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാത്തിരിക്കുക. ബൈ.